ഹലോ എവരി വൺ, എല്ലാവർക്കും ക്ലോവർ ടീച്ചേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്ലാസ് 5 ഹിന്ദിയിലെ 15th ചാപ്റ്ററായ ബിഷൻ കി ദിലേരി മനസ്സിലാക്കാം. ദിലേരി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ധീരത, ബ്രേവറി. ബിഷൻ്റെ ധീരത. ബിഷൻ എന്നു പേരുള്ള നിങ്ങളെപ്പോലെ 10 വയസ്സായ ഒരു കുട്ടിയുടെ കഥയാണിത്. അപ്പോൾ അവന് ഒരു പക്ഷിയെ രക്ഷപ്പെടുത്തുകയാണ്, മുറിവേറ്റ പക്ഷിയെ രക്ഷപ്പെടുത്തുന്ന ഒരു സ്റ്റോറിയാണിത്. സുബഹ് സമയത്ത, രാവിലത്തെ സമയമായിരുന്നു. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ. പഹാഡോं के पीछे से सूरज जाग रहा था. പഹാഡ് എന്ന് പറഞ്ഞാൽ പർവ്വതം അല്ലെങ്കിൽ മല. പീച്ചെ സെ, പുറകിൽ നിന്ന്, സൂരജ്, സൂര്യൻ, ജാഗ് രഹാ ത, എത്തി നോക്കുകയായിരുന്നു, ഒളിഞ്ഞു നോക്കുക. ജാഗ്ന എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക അല്ലെങ്കിൽ എത്തി നോക്കുക. അപ്പോൾ പർവ്വതങ്ങളുടെ പുറകിൽ നിന്ന് സൂര്യൻ എത്തി നോക്കുകയായിരുന്നു. അതായത് രാവിലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന ആ ദൃശ്യമാണ്. 10 വർഷ കാ ബിഷൻ ഘർ സെ ബാഹർ നിക്കൽ ആയ. 10 വയസ്സായ ബിഷൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഘർ സെ, ബാഹർ എന്ന് പറഞ്ഞാൽ വെളിയിലേക്ക് അല്ലെങ്കിൽ പുറത്തോട്ട്, നിക്കലായ ഇറങ്ങി വന്നു, പുറത്തേക്ക് വന്നു. വ റോസ് ഇസി സമയ ഇസി രാസ്തേ സെ കേണൽ ദത്ത കെ ഫാം ഹൗസ് പർ ജാത്താ ഹെ. അവൻ ദിവസവും, റോസ് എന്ന് പറഞ്ഞാൽ ദിവസവും, പതിവായി, ഇസി സമയ ഈ സമയത്ത് തന്നെയാണ്, ഇസി രാസ്തേ സെ ഈ വഴിയിലൂടെ, കേണൽ ദത്താക്ക് ഫാം ഹൗസ് പർ ജാത്താ ഹെ കേണൽ ദത്തയുടെ ഫാം ഹൗസിലേക്ക് പോകുന്നത്. കേണൽ ദത്താക്കി പത്നി പഠായി മേ ഉസ്കി മദദ് കർത്തി ഹെ. കേണൽ ദത്തയുടെ ഭാര്യ പഠിക്കാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നു. മദദ് കർണ എന്ന് പറഞ്ഞാൽ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക. അതായത് അവരുടെ അടുത്ത് ചിലപ്പോൾ ട്യൂഷന് വേണ്ടിയിട്ട് പോവുകയായിരിക്കും. അവനെ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. फार्म से लगे सेबों के बाग में कीटनाशक दवा का छिड़काव हो रहा था. അവിടെ ഉണ്ടായിരുന്ന സേബോങ് കെ ബാഗ്, സേബ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ മരങ്ങളുടെ തോട്ടം, ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം, ആപ്പിൾ തോട്ടത്തിൽ കീടനാശക് ദവ, അതായത് കീടനാശിനി, പെസ്റ്റിസൈഡ്സ്, അത് ചിടുക്കാവ് ഹോരഹാത്ത. ചിടുക്കാവ് ഹോരഹാത്ത എന്ന് പറഞ്ഞാൽ അത് തളിക്കുകയായിരുന്നു. ഓർ ബഹുത് തടിക്കെ കാം ഷുറു ഹോ ജാത്താത്ത. പിന്നെയോ ബഹുത് തടിക്കെ, തടിക്കെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ, ഏർലി മോർണിംഗ്, അതിരാവിലെ ഈ ജോലി തുടങ്ങുമായിരുന്നു. ഷുറു ഹോ ജാത്താത്ത എന്ന് പറഞ്ഞാൽ ആരംഭിക്കുമായിരുന്നു. കേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റാങ്ക് ഇൻ ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയിലെ ഒരു പദവിയാണ് കേണൽ. ജാഗ്ന എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക, പഹാഡ് പർവ്വതം. ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ കളപ്പുര എന്നും പറയാം, കൃഷിഭവനം എന്നും പറയാം. സേബ് കെ ബാഗ്, ആപ്പിൾ തോട്ടം. बिशन पगडंडी से अभी सड़क तक आ ही रहा था कि उससे गोली चलने की आवाज़ सुनाई दी. അപ്പോൾ ബിഷൻ പഗ്ഡണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നാരോ റോഡ്, അതായത് ഫുട്പാത്തിൽ, അതായത് ഈ വയലിൽ ഒക്കെ ഇടയിലൂടെ ഉണ്ടാവുന്ന വഴിയില്ലേ, കാൽനടയായിട്ട് പോകാൻ പറ്റിയ വഴി, അതിനാണ് പഗ്ഡണ്ടി എന്ന് പറയുന്നത്, പുല്ലിൻ്റെ ഇടയിലുള്ള വഴി. അപ്പോൾ ആ വഴിയിലൂടെ അബി സഡക് തക് ആഹി രഹാത്ത, അപ്പോൾ റോഡിലേക്ക് വരികയായിരുന്നു. കി ഉസെ ഗോലി ചലനേക്ക് ആവാസ് സുനായി തി. അപ്പോൾ അവൻ എന്താ കേട്ടത്? ഗോലി ചലനേക്ക് ആവാസ്, വെടിയൊച്ച കേട്ടു. ആരോ വെടിവെക്കുന്നതായിട്ടുള്ള ഒച്ച അവന് കേട്ടു. ഉസ്നെ ഇധർ ഉധർ ദേഖ, അവൻ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ നോക്കി. കോയി ഭി ദിഖായി നഹി ദിയ, ആരെയും കണ്ടില്ല. വ കുച്ച് ഹി ദൂർ ചലാ താക്കി ഉസെ ഫിർ ഗോലി ചലനേക്ക് ആവാസ് സുനായി തി. കുറച്ച് ദൂരം അവൻ നടന്നപ്പോഴേക്കും, കുറച്ച് ദൂരം മുന്നോട്ട് നടന്നപ്പോഴേക്കും അവന് വീണ്ടും ഗോലി ചലനേക്ക് ആവാസ് സുനായി തി, വീണ്ടും വെടിയൊച്ച കേട്ടു, വെടിയുതിർക്കുന്ന ശബ്ദം കേട്ടു. ഇസ് ബാർ ഏക് നഹി ദോ തീൻ ഗോലിയ ഏക് സാത്ത് ഹി ചലി തി. ഈ പ്രാവശ്യം ഒന്നല്ല 2-3 വെടിയുണ്ടകൾ ഉതിർക്കുന്ന ആ ശബ്ദം കേട്ടു, വെടിയൊച്ച കേട്ടു. साथ ही चली थी. गोलियों की आवाज़ से पूरी घाटी गूंज गई. ആ ഗോലിയോं की आवाज़ से, ആ വെടിയൊച്ച കൊണ്ട്, പൂരി ഘാട്ടി, ഘാട്ടി എന്ന് പറഞ്ഞാൽ താഴ്വര, ആ പർവ്വതങ്ങളുടെ താഴ്വര, ഗൂഞ്ച് ഗയി, അത് അവിടെ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. ഗൂഞ്ചന എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്കോ, മുഴങ്ങുക, അതായത് പ്രതിധ്വനിക്കുക. ആ വെടിയൊച്ച ഇങ്ങനെ മുഴങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ മലകളുടെയൊക്കെ അടുത്ത് പോയിട്ട് ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി ശബ്ദത്തിൻ്റെ എക്കോ വരില്ല, അതുപോലെ. പഞ്ചി ഗബരാകയെ, പക്ഷികളെല്ലാം പേടിച്ചു. ആസ്മാൻ മേ ഗോൽ ഗോൽ ചക്കർ കാട്ടിനെ ലഗെ, പക്ഷികളെല്ലാം പേടിച്ചിട്ട് ആകാശത്തിൽ ഗോൽ ഗോൽ ചക്കർ കാട്ടിനെ ലഗെ, വട്ടത്തിൽ കറങ്ങാനായിട്ട് തുടങ്ങി.
ബിഷൻ സഹംകർ പേടോं की आड़ में छिपकर खड़ा हो गया. ബിഷൻ എന്ത് ചെയ്തു? പേടിച്ചിട്ട്. സഹംകർ എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട്, ഡർക്കർ. പേടോं की आड़ में മരത്തിൻ്റെ മറവിൽ, അല്ലെങ്കിൽ മരത്തിൻ്റെ പുറകിൽ, ചിപ്കർ അവിടെ ചിപ്കർ ഖടാ ഹോ ഗയ അവിടെ ഒളിച്ച് നിന്നു. അവനാകെ പേടിച്ചു. വെടിവെച്ച് കേട്ടപ്പോൾ ബിഷൻ പേടിച്ച് നിന്നിട്ട് മരത്തിൻ്റെ പുറകിൽ ഒളിച്ചു നിന്നു. ഇപ്പോൾ പഗ്ഡണ്ടി എന്ന് പറഞ്ഞാൽ നടപ്പാത, ഈ വയലുകളുടെയൊക്കെ ഇടയിലുള്ള ആ വഴി, അല്ലെങ്കിൽ ഫുട്പാത്ത് എന്ന് പറയാം. പിന്നെ ഗൂഞ്ചന എന്ന് പറഞ്ഞാൽ മുഴങ്ങുക, പ്രതിധ്വനിക്കുക. ഘാട്ടി താഴ്വര. ഗോൾ ഗോൾ ചക്കർ കാട്ടന എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ, റൗണ്ടിൽ ഇങ്ങനെ കറങ്ങുക. സഹംകർ എന്ന് പറഞ്ഞാൽ ഡർക്കർ, പേടിച്ചിട്ട്. പേടോं की आड़ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ പുറകിൽ. ചിപ്ന ഒളിക്കുക. बिशन जहाँ खड़ा था वही चुपचाप खड़ा रहा. उसे वहाँ से सीढ़ी नुमा खेत और फलों के बाग साफ दिखाई दे रहे थे. खेतों में काम करते हुए किसान भी दिखाई दे रहे थे. फसल तैयार खड़ी थी. सुबह की हल्की धूप में खेत सुनहरे दिखाई दे रहे थे. बिशन अभी सोच ही रहा था कि गोली किसने और क्यों जलाई होगी कि तभी एक और गोली की आवाज़ आई. एकाएक बिशन को गोली चलने का कारण समझ में आ गया. बिशन जहाँ खड़ा था, बिशन എവിടെയായിരുന്നോ നിന്നിരുന്നത്, ഖടാ രഹന എന്ന് പറഞ്ഞാൽ നിൽക്കുക. വഹി ചുപ്ചാപ്പ് ഖടാ രഹ അവിടെ തന്നെ മിണ്ടാതെ നിന്നു. ചുപ്ചാപ്പ് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ. उसे वहाँ से सीढ़ी नुमा खेत और फलों के बाग साफ दिखाई दे रहे थे. അവന് അവിടെ നിന്ന് സീഡി നുമ ഖേത്. സീഡി നുമ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഫാമിംഗ്. സീഡി നുമ ഖേത് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഫാമിംഗ്, അതായത് ദൂരെ നിന്ന് നോക്കിയാൽ നമുക്ക് സ്റ്റെപ്പ് പോലെ തോന്നുന്ന കൃഷിയിടം. അപ്പോൾ മലമുകളിലൊക്കെ അങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ഫലോं के बाग, ഫ്രൂട്ട്സിൻ്റെ തോട്ടവും ഒക്കെ സാഫ് ദിക്കായി ദേ രഹേ थे, നന്നായിട്ട് ക്ലിയറായിട്ട് അവന് കാണുന്നുണ്ടായിരുന്നു. ഖേത്തോമേ കാം കർത്തെ ഹുവേ കിസാൻ ബി ദിക്കായി ദേ രഹേ थे. വയലുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകരെയും അവന് കാണുന്നുണ്ടായിരുന്നു, അവന് കാണാമായിരുന്നു. കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകർ. ഫസൽ തയ്യാർ ഖടി തി. ഫസൽ എന്ന് പറഞ്ഞാൽ വിള. അപ്പോൾ വിളവെടുക്കാനായിട്ട് അത് തയ്യാറായി നിൽക്കുകയായിരുന്നു. കൃഷിയെല്ലാം വിളവെടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു, അതായത് ഹാർവെസ്റ്റ് ചെയ്യാൻ, റെഡി ഫോർ ഹാർവെസ്റ്റിംഗ്. സുബഹ की हल्की धूप में खेत सुनहरे दिखाई दे रहे थे. രാവിലത്തെ ആ ഇളം വെയിലിൽ, ഇളം ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ, ഇളം വെയിലിൽ ഖേത് ആ വയൽ സുൻഹരെ ദിക്കായി ദേ രഹേ थे, നല്ല ഗോൾഡൻ കളറായിട്ട് കാണപ്പെടുന്നുണ്ടായിരുന്നു. ബിഷൻ അബി സോച്ച് ഹി രഹാ താ കി ഗോലി കിസ്നെ ഓർ ക്യോं ചലായി ഹോഗി. ബിഷൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അപ്പോൾ തന്നെ ബിഷൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഗോലി കിസ്നെ ഓർ ക്യോं ചലായി ഹോഗി, ഈ വെടി ആരായിരിക്കും, വെടിവെച്ചത് ആരായിരിക്കും, അത് എന്തിനു വേണ്ടിയായിരിക്കും വെടിവെച്ചത് എന്നൊക്കെ ചിന്തിക്കുകയായിരുന്നു. തബി ഏക് ഓർ ഗോലിക്ക് ആവാസായി. അപ്പോഴേക്കും ഒരു ശബ്ദം കൂടെ കേട്ടു, ഒരു വെടിവെച്ച കൂടെ കേട്ടു, ഒരു പ്രാവശ്യം കൂടെ വെടിവെക്കുന്നതായിട്ട് അവൻ കേട്ടു. ഏകായേക് ബിഷൻ കോ ഗോലി ചലനെ കാ കാരൻ സമജ് മേ ആ ഗയ. ഏകായേക് എന്ന് പറഞ്ഞാൽ സഡൻലി, പെട്ടെന്ന് തന്നെ അവന് ഈ വെടിവെക്കുന്നതിൻ്റെ കാരണം, അത് എന്തുകൊണ്ടാണ് വെടിവെക്കുന്നതെന്ന് അത് അവന് മനസ്സിലായി. സമജ് മേ ആ ഗയ, ബിഷന് മനസ്സിലായി. जब फसल पक जाती है तब गेहूं के खेतों में दाना चुगने डेढ़ों तीतर आ जाते हैं. ജബ് ഫസൽ പക് ജാത്തി ഹെ, അതായത് ഈ വിളവെടുക്കാൻ തയ്യാറായിരിക്കുന്ന സമയത്ത്, കൃഷിയെല്ലാം നല്ല പാകമായിരിക്കുന്ന സമയത്ത്, തബ് ഗേഹൂക്കെ ഖേത്തോമേ, ഗോതമ്പിൻ്റെ ഈ പാടത്തിൽ, ഗോതമ്പ് പാടത്തിൽ, ദാന ചുഗ്നെ, ദാന എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മണികൾ, അതിൻ്റെ ആ ഗ്രെയിൻസ്, അത് ചുഗ്നെ എന്ന് പറഞ്ഞാൽ ഖാനേക്കേലിയെ, അതായത് കഴിക്കാനായിട്ട്, ഡേഡവും ഒരുപാട്, തീത്തർ ആജാത്തെ. തീത്തർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരിനം പക്ഷിയാണ്. കൊറ്റി എന്ന് പറയും മലയാളത്തിൽ, പിന്നെ ഫെസൻറ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ പക്ഷികൾ ഒരുപാട് വരാറുണ്ട്. ഷിക്കാരി ഈസ് ബാത് കോ ജാനത്തെ, അപ്പോൾ വേട്ടക്കാർക്ക് ഈ കാര്യം അറിയാം. അപ്പോൾ ഗോതമ്പ് പാകമായിരിക്കുന്ന സമയത്ത് ഗോതമ്പ് മണികൾ കഴിക്കാനായിട്ട് ഒരുപാട് ഈ കൊറ്റികൾ, ഈ തീത്തർ വരും. അപ്പോൾ ഈ ഹണ്ടേഴ്സ്, ഷിക്കാരി എന്ന് പറഞ്ഞാൽ ഹണ്ടേഴ്സ്, വേട്ടക്കാർക്ക് ഇതറിയാം, ഈ കാര്യം അറിയാം. इसलिए वे सुबह सुबह ही तीतर मारने चले आते हैं. അപ്പോൾ രാവിലെയാണ് അവർ ഈ പക്ഷികൾ കഴിക്കാനായിട്ട് വരുന്നത്.
അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ രാവിലെ അതിരാവിലെ തന്നെ तीतर मारने चले आते हैं. ഇവർ ഈ പക്ഷികളെ കൊല്ലാനായിട്ട് ഹണ്ടേഴ്സ് വരും. पिछले साल भी शिकारियों ने इसी तरह बहुत से तीतर मारे थे. കഴിഞ്ഞ വർഷവും പിछले साल എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം. पिछले साल भी കഴിഞ്ഞ വർഷവും ഷിക്കാരിയോനെ ഈ ഹണ്ടേഴ്സ് ഈ വേട്ടക്കാർ ഇസി തര ഇതുപോലെ തന്നെ ബഹുത് സേ തീത്തർ മാരേ थे. ഒരുപാട് തീത്തറിനെ കൊന്നിരുന്നു, ഒരുപാട് കുട്ടികളെ കൊന്നിരുന്നു. കുച്ച് തീത്തർ തോ വേ ഉഠാ ലേ ഗയേ. കുറച്ച് തീത്തറിനെ ഇവരങ്ങ് എടുത്ത് കൊണ്ടുപോകും, കൊന്നിട്ട് എടുത്ത് കൊണ്ടുപോകും. ബാക്കിക്ക് വഹി ചോട് ഗയേ. ബാക്കിയുള്ളവയൊക്കെ അവിടെ തന്നെ വിട്ടുകളയും. खेतों को काटते समय किसानों को बहुत से मरे और जख्मी तीतर मिले. അപ്പോൾ खेतों को काटते समय ഈ വയലിലെ ഇതെല്ലാം ഈ കൃഷികളെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത്, വിളവെടുപ്പ് നടത്തുന്ന സമയത്ത്, മുറിക്കുന്ന സമയത്ത് കിസാനോങ്കോ കർഷകർക്ക് ബഹുത് സേ മര ഒരുപാട് മര, അതായത് ജീവനില്ലാത്ത ചത്തുപോയ ഒരുപാട് ചത്തുപോയതും പിന്നെ ജഖ്മി എന്ന് പറഞ്ഞാൽ മുറിവേറ്റതുമായ ഒരുപാട് തീത്തറിനെ കിട്ടിയിരുന്നു. ജഖ്മി എന്ന് പറഞ്ഞാൽ ഇഞ്ചേർഡ് അല്ലെങ്കിൽ മുറിവേറ്റ. बिशन ने सोचा कितना दुख पहुंचाने वाला काम करते हैं ये शिकारी. वो समझ गया कि शिकारी ही तीतरों पर गोलियां चला रहे हैं, इसलिए वो पेड़ों के बीच से निकलकर खेतों के किनारे किनारे चलने लगा. बिशन ने सोचा, അപ്പോൾ ബിഷൻ ചിന്തിച്ചു, കിത്തന ദുഃഖ് പहुंचाने वाला काम करते हैं ये शिकारी. ഹണ്ടേഴ്സ് എത്ര ദുഃഖകരമായ കാര്യമാണ് ചെയ്യുന്നത്, എത്ര വിഷമം നൽകുന്ന കാര്യമാണ് ചെയ്യുന്നത്, അതായത് ഈ തീത്തറിനൊക്കെ കൊന്നുകളയുന്നു. वो समझ गया कि शिकारी ही तीतरों पर गोलियां चला रहे हैं. അപ്പോൾ അവന് മനസ്സിലായി ഈ ഹണ്ടേഴ്സ് തന്നെയാണ്, ഈ വേട്ടക്കാർ തന്നെയാണ് തീത്തരോं पर ഈ പക്ഷികളെ വെടിവെച്ച് കൊല്ലുന്നത്. गोलियां चला रहे हैं, इसलिए वो पेड़ों के बीच से निकलकर खेतों के किनारे किनारे चलने लगा. അതുകൊണ്ട് അവൻ ഈ മരത്തിൻ്റെ ഇടയിലൂടെ പുറത്തേക്ക് വന്നിട്ട് ഖേത്തോങ്കി കിനാരെ കിനാരെ ചലനെ ലഗ, ഈ വയലുകളുടെ അരികിലൂടെയായിട്ട് നടക്കാനായിട്ട് തുടങ്ങി. കിനാര എന്ന് പറഞ്ഞാൽ അറ്റം അല്ലെങ്കിൽ അരിക്, അറ്റത്തൂടെ ഇങ്ങനെ നടക്കാനായിട്ട് തുടങ്ങി. वह चलते चलते सोच रहा था कि इन शिकारियों को सबक सिखाया जाना चाहिए. അവൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചിന്തിച്ചത്, ഇൻ ഷിക്കാരിയോങ്കോ ഈ വേട്ടക്കാരെ ഒരു പാഠം പഠിപ്പിക്കണം. സബക് സിക്കായ ജാന ചാഹിയെ എന്ന് പറഞ്ഞാൽ പാഠം പഠിപ്പിക്കുക തന്നെ വേണം. ലേക്കിൻ ഉന്നെ കേസെ സബക് സിക്കായ ജായേ, പക്ഷെ അവരെങ്ങനെ പാഠം പഠിപ്പിക്കും. ये उसकी समझ में नहीं आ रहा था. അത് ഇവന് അവന് മനസ്സിലാകുന്നില്ലായിരുന്നു എങ്ങനെ അവരെ പാഠം പഠിപ്പിക്കും. തബി ഉസ്കെ പാവ് കെ പാസ് സർസറാഹട്ട് സി ഹുയി. അപ്പം തന്നെ അവൻ്റെ കാലിൻ്റെ അടുത്ത് അവനെന്തോ സർസറാഹട്ട് എന്ന് പറഞ്ഞാൽ അതായത് അവനെ ഒരു ഇക്കിളിപ്പെടുത്തുന്ന പോലെ, അതായത് എന്തോ ഇങ്ങനെ പിടിക്കുന്ന പോലെ തോന്നി. ഹൽക്കി സി ആവാസ് ജിസ്സെ ഗുദ്ഗുദി മെഹസൂസ് ഹോ, അതായത് ഒരു എന്തോ ഇന്ന് ഇങ്ങനെ പിടയ്ക്കുന്നുണ്ട്, അവൻ ഇക്കിളി ആവുന്നത് പോലെയുള്ള ഒരു ഇത് തോന്നി. ഉസ്നെ ദേഖ ഏക് ഗായൽ തീതർ ഗേഹൂം കി ബാലിയോം കെ ബീജ് ഫസാ ചട്പട്ടാ രഹാ ഹെ. അപ്പോൾ അവൻ എന്താ കണ്ടത്, ഏക് ഗായൽ തീതർ, ഗായൽ എന്ന് പറഞ്ഞാൽ മുറിവേറ്റ ഒരു തീത്തർ, ഗേഹൂം കി ബാലിയോം കെ ബീജ് ഈ ഗോതമ്പിൻ്റെ കതിരുകളുടെ, ബാലിയ എന്ന് പറഞ്ഞാൽ കതിരുകൾ, അതിൻ്റെ ആ കതിരുകളുടെ ഇടയിൽ ഫസാദിൽ കുടുങ്ങിയിട്ട് ചട്പട്ടാരഹാഹെ അവിടെ നിന്ന് അങ്ങനെ പിടയ്ക്കുകയായിരുന്നു. ചട്പട്ടാണെന്ന് പറഞ്ഞാൽ ദർദ് കി വജഹസെ ഹാത്ത് പേർ പട്ടക്ന, അതായത് വേദന കൊണ്ട് ഇങ്ങനെ പിളയില്ലേ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പിടയ്ക്കുന്നതായിട്ട് അവൻ കണ്ടു, ഒരു തീത്തർ പിടയ്ക്കുന്നതായിട്ട് കണ്ടു. ബിഷൻ വഹി ഗുട്ടനോ കെ ബൽ ബാറ്റ് ഗയ. അപ്പോൾ ബിഷൻ എന്ത് ചെയ്തു, അവിടെ തന്നെ മുട്ടിൽ അങ്ങനെ ഇരുന്നു, മുട്ട് കുത്തിയിട്ട് അവിടെ ഇരുന്നു. ഗുട്ടന എന്ന് പറഞ്ഞാൽ കാൽമുട്ട്, ഗുട്ടനോ കെ ബൽ ബാറ്റ് ഗയ എന്ന് പറഞ്ഞാൽ മുട്ട് കുത്തിയിട്ട് അവിടെ അങ്ങ് ഇരുന്നു. ഉസ്നെ ഗായൽ തീത്തർക്കോ പകടനെ കേലിയെ ഹാത്ത് ബടായ. അവൻ എന്ത് ചെയ്തു, ഈ മുറിവേറ്റ തീത്തറിനെ പിടിക്കാനായിട്ട് ഹാത്ത് ബടായ, കൈ മുന്നോട്ട് നീട്ടി. ലേക്കിൻ ഘബറായ ഹുവ തീത്തർ ചിട്ടക്ക് കർ ഖേത് കെ ഓർ അന്തർ ചലാ ഗയ. അപ്പോൾ പേടിച്ച, ഘബറായ ഹുവ എന്ന് പറഞ്ഞാൽ പേടിച്ച, പക്ഷേ പേടിച്ച ആ പക്ഷി തീത്തർ ചിട്ടക്കർ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ്ലിങ്, അതായത് ഇങ്ങനെ ചിറകൊക്കെ അങ്ങനെ കുടഞ്ഞിട്ട്, പേടിച്ചിട്ട് ചിറകൊക്കെ അങ്ങനെ കുടഞ്ഞിട്ട് ഖേത് കെ ഓർ അന്തർ ചലാ ഗയ, വയലിൻ്റെ ഉള്ളിലേക്ക് അകത്തോട്ട് അങ്ങ് പോയി.
ബിഷൻ ജാൻതാ താ കി ശിക്കാരി ഇസ് തീത്തർ കോ ഡൂണ്ട് നഹീ പായെങ്കെ. ബിഷൻ അറിയാമായിരുന്നു ശിക്കാരി ഹണ്ടേഴ്സിന് ഈ തീത്തറിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഡൂണ്ടിന് എന്ന് പറഞ്ഞാൽ തിരഞ്ഞ് കണ്ടുപിടിക്കുക. ഈ തീത്തറിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് ബിഷന് അറിയാമായിരുന്നു. ഓർ ഗായൽ തീത്തർ വഹി തടപ് തടപ് കർ മർ ജായേഗ. അപ്പോൾ ഈ മുറിവേറ്റ തീത്തർ അവിടെ തന്നെ അങ്ങനെ ഇങ്ങനെ ചിറകിട്ടടിച്ച് അങ്ങനെ മരിച്ചു പോകും. തടപ് തടപ് കർ മർ ജായേഗ എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് പൊളഞ്ഞ് മരിച്ചു പോകും. ഉസ്നെ സ്വെറ്റർ ഉത്താര ഓർ മോക്ക ദേക്ക് കർ തീത്തർ പർ ഡാൽ ദിയ. അപ്പോൾ അവൻ എന്ത് ചെയ്തു, തൻ്റെ സ്വെറ്റർ അഴിച്ചു. സ്വെറ്റർ അഴിച്ചിട്ട് മോക്ക ദേക്കർ, മോക്ക എന്ന് പറഞ്ഞാൽ അവസരം നോക്കിയിട്ട് തീത്തർ പർ ഡാൽ ദിയ, തീത്തറിൻ്റെ മുകളിലേക്ക് അങ്ങിട്ടു. തീത്തർ സ്വെറ്റർ മേ ഫസ് ഗയ. അപ്പോൾ തീത്തർ സ്വെറ്ററിൽ കുടുങ്ങി. അപ്പോൾ തീത്തറിൻ്റെ മുകളിലേക്ക് സ്വെറ്റർ ഇട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതങ്ങ് കുടുങ്ങി. तो बिशन ने उसे पकड़ लिया. എന്നിട്ട് ബിഷൻ അങ്ങ് പിടിച്ചു, സ്വെറ്ററോട് കൂടെ തീത്തറിനെ പിടിച്ചു. ബിഷൻ ने उसे अपने सीने से चिपका लिया. ബിഷൻ എന്ത് ചെയ്തു, തീത്തറിനെ തൻ്റെ നെഞ്ചോട് ചേർത്തു. സീന എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചിപ്കാ ലിയ, അത് ചേർത്ത് പിടിച്ചു, നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഓർ ഖേത് മേ സെ നിക്കൽ കർ പഹാടി കി ഓർ ഭാഗ്നെ ലഗ. എന്നിട്ട് വയലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് പഹാടി കി ഓർ, ആ മലകളുടെ അങ്ങോട്ട് അങ്ങ് ഓടാനായിട്ട് തുടങ്ങി. ഭാഗ്ന എന്ന് പറഞ്ഞാൽ ഓടുക, ഓടാനായിട്ട് തുടങ്ങി. തീത്തറിനെ എടുത്തുകൊണ്ട് ഓടാനായിട്ട് തുടങ്ങി. വ ഇതനാ തേസ് ചൽ രഹാ താ മാനോ ഉസ്കി പങ്ക് ലഗ് ഗയേ ഹോ. അവൻ അത്രയ്ക്ക് സ്പീഡിലായിരുന്നു ഓടിയിരുന്നത്. മാനോ ഉസ്കി പങ്ക് ലഗ് ഗയേ ഹോ. അപ്പോൾ അവന് ചിറക് മുളച്ചതുപോലെ. പങ്ക് ലഗ് ജാന എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ ഒരു മുഹാവരയാണ്, അതായത് ഒരു ഭാഷാ ശൈലിയാണ്. അതിൻ്റെ അർത്ഥം ബഹുത് തേസ് ദൗഡന, അതായത് വളരെ സ്പീഡിൽ ഓടുക, പക്ഷികളെപ്പോലെ, പക്ഷികൾ അതായത് ചിറക് മുളച്ചതുപോലെ, പറക്കുന്നതുപോലെ അങ്ങനെ സ്പീഡിൽ ഓടുക. कर्नल दत्ता के घर के रास्ते में एक तरफ गेहूं के खेत थे और दूसरी तरफ कंडीले तारों की बाड़. बिशन वैसे तो कंडीले तारों की बाड़ में से होकर निकल सकता था, परंतु इस समय वह दोनों हाथों से तीतर को पकड़े हुए था. तीतर को संभालना बहुत ज़रूरी था, इसलिए वह खेतों के साथ साथ छिप छिप कर चलने लगा ताकि शिकारी उसे देख न ले. कर्नल दत्ता के घर के रास्ते में एक तरफ गेहूं के खेत थे. കേണൽ ദത്തയുടെ വീട്ടിലേക്ക് പോകുന്ന ആ വഴിയിൽ, രാസ്ത എന്ന് പറഞ്ഞാൽ വഴി, വഴിയിൽ ഒരു ഭാഗത്ത് ഗേഹൂക്കെ ഖേത്ത്, ഒരു ഭാഗത്ത് ഗോതമ്പിൻ്റെ വയലായിരുന്നു, ഗോതമ്പ് കൃഷിയായിരുന്നു. ഓർ ദൂസരി തരഫ്, മറ്റേ ഭാഗത്ത് കണ്ടിലെ താരോങ്കി ബാഡ്. കണ്ടിലെ താരം എന്ന് പറഞ്ഞാൽ മുള്ളുകമ്പി, അപ്പോൾ മുൾക്കമ്പി കൊണ്ടുള്ള ബാഡ്. ബാഡ് എന്ന് പറഞ്ഞാൽ മതിൽ അല്ലെങ്കിൽ വേലി, ഫെൻസ്. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ മുൾക്കമ്പി കൊണ്ടുള്ള വേലിയായിരുന്നു. ബിഷൻ വൈസെ തോ കണ്ടിലെ താരോങ്കി ബാഡ് മേ സെ ഹോക്കർ നിക്കൽ സക്താ താ. അപ്പോൾ ബിഷന് തനിച്ചായിരുന്നെങ്കിലും അവന് ഈ മുൾക്കമ്പി കൊണ്ടുള്ള ആ വേലിയിലൂടെയൊക്കെ അങ്ങനെ അങ്ങനെ കടന്ന് അങ്ങ് പോകാൻ കഴിയുമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു കൈ കൊണ്ടൊക്കെ പിടിച്ച് പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ അങ്ങ് പോകാൻ കഴിയുമായിരുന്നു. പരന്തു ഈ സമയം വ ദോനോ ഹാത്തോ സെ തീത്തർ കോ പക്കടേ ഹുയേ താ. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ അവന് ദോനോ ഹാത്തോ സെ, രണ്ട് കൈ കൊണ്ടും ഈ തീത്തറിനെ പിടിച്ചിട്ട് ഉണ്ടായിരുന്നു. പക്കടേ ഹുയേ താ, സ്വെറ്ററിൽ പൊതിഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. തീത്തർക്കോ സംഭാലന ബഹുത് ജറൂരി താ. അപ്പോൾ തീത്തറിനെ നന്നായിട്ട് പിടിക്കേണ്ടത്, കരുതലോടെ പിടിക്കേണ്ടത് അത് നിർബന്ധമായിരുന്നു. ജറൂരി താ, നിർബന്ധമായിരുന്നു. സംഭാലന എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, കൈകാര്യം ചെയ്യുക, അതായത് നന്നായിട്ട് അതിനെ പിടിച്ച് വയ്ക്കുക, അത് വീണ് പോവാതെ നന്നായിട്ട് പിടിച്ച് വയ്ക്കുക. इसलिए वह खेतों के साथ साथ छिप छिप कर चलने लगा ताकि शिकारी उसे देख न ले. അതുകൊണ്ട് അവൻ ആ വയലിലൂടെ കൂടെ തന്നെ, അതായത് അരികിലൂടെ ചിപ്പ് ചിപ്പ് കർ, ഒളിഞ്ഞ് അങ്ങനെ നടക്കാനായിട്ട് തുടങ്ങി, പോകാനായിട്ട് തുടങ്ങി. താക്കി ഷിക്കാരി ഉസേ ദേഖ് ന ലേ. ഷിക്കാരി ഈ ഹണ്ടേഴ്സും, വേട്ടക്കാർ അവനെ കാണരുത്. അപ്പോൾ അതുകൊണ്ട് ഒളിഞ്ഞ് അങ്ങനെ പോകാനായിട്ട് തുടങ്ങി. വ കുച്ച് ഹി ദൂർ ഗയാക്കി പീച്ചെ സെ ഭാരി സി ആവാസ് ആയി. അപ്പോൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും പുറകിൽ നിന്ന് ഒരു കടുത്ത ശബ്ദം കേട്ടു. ഭാരി സി ആവാസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ശബ്ദം കേട്ടു. ലടുക്കെ റുക്ച നഹി തോ മേ ഗോലി മാർ ദൂങ്ക. അപ്പോൾ ലടുക്കെ, അതായത് മോനെ നീ നിൽക്കവിടെ, നഹി തോ മേ ഗോലി മാർ ദൂങ്ക, ഇല്ലെങ്കിൽ ഞാൻ വെടിവെക്കും. ലേക്കിൻ ബിഷൻ നഹി രുക. പക്ഷേ ബിഷൻ അവിടെ നിന്നില്ല. വ ചുപ് ചാപ് ചൽത്താ രഹ. അവൻ മിണ്ടാതെ നടന്നുകൊണ്ടിരുന്നു. റുക്താ ഹേ യാ നഹി,
നിൽക്കുന്നുണ്ടോ ഇല്ലയോ? ഉസ് ആദ്മീനെ ദുബാര ചില്ലാക്കർ കഹ. ആ മനുഷ്യൻ വീണ്ടും ചില്ലാക്കർ അലറിക്കൊണ്ട് പറഞ്ഞു. തബ് തക് ബിഷൻ കണ്ടിലെ താരോങ്കെ പാസ് ആ ഗയാ താ. അപ്പോഴേക്കും ബിഷൻ ആ മുൾക്കമ്പിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. മുൾക്കമ്പിയുടെ ആ വേലിയിൽ അതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഉസ്ക ദിൽ തേസി സെ ധടക്നെ ലഗ. അവൻ്റെ ഹൃദയം സ്പീഡിൽ മിടിക്കാനായിട്ട് തുടങ്ങി. അതായത് അവന് ഹൃദയം മിടിക്കാനായിട്ട് തുടങ്ങി. അവൻ പേടിച്ചിരുന്നു. ആകെ പഠന മുഷ്കിൽ ലഗ് രഹാ താ. മുന്നോട്ട് പോകുന്നത് കഠിനമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. ലേക്കിൻ ഫിർ ഭി വ റുക്ക നഹി ഓർ നാഹി ഉസ്നെ കോയി ജവാബ് ദിയ. പക്ഷേ എന്നിട്ടും അവൻ അവിടെ നിന്നില്ല. ഈ ഹണ്ടേഴ്സ് പറഞ്ഞതിനൊരു ആൻസറും കൊടുത്തതുമില്ല. ജവാബ് എന്ന് പറഞ്ഞാൽ ആൻസർ, ധടക്കന എന്ന് പറഞ്ഞാൽ മിടിക്കുക. അപ്പോൾ അവന് ആകെ പേടിച്ചിരുന്നു. മുന്നോട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും അവൻ അവിടെ നിന്നില്ല. റുക്കന എന്ന് പറഞ്ഞാൽ നിന്നില്ല. റുക്ക നഹി ഓർ നാഹി ഉസ്നെ കോയി ജവാബ് ദിയ. അതിനൊരു മറുപടിയും കൊടുത്തില്ല. ഈ വേട്ടക്കാരന് ഒരു മറുപടിയും കൊടുത്തില്ല. तभी बिशन को भारी भरकम जूतों की आवाज़ सुनाई दी जो तेज़ी से उसके पास आती जा रही थी. അപ്പോൾ തന്നെ ബിഷന് ഭാരി ഭർക്കം എന്ന് പറഞ്ഞാൽ നല്ല ഭാരമുള്ള, നല്ല വെയിറ്റുള്ള ജൂത്തോങ്കി ഷൂസിൻ്റെ ആവാസ് സുനായിതി. അതായത് ശബ്ദം കേട്ടു. ഇങ്ങനെ വെയിറ്റുള്ള ഷൂ ഇങ്ങനെ നടക്കുന്ന ശബ്ദമില്ല, അത് കേട്ടു. ജോ തേസി സെ ഉസ്കെ പാസ് ആത്തി ജാ രഹി തി. അത് സ്പീഡിൽ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പീച്ചെ സെ ആ രഹാ ഷിക്കാരി ഗുസ്സേ മേ സോർ സോർ സെ ചില്ലാ രഹാ താ. പുറകിൽ വരുന്ന അവൻ്റെ പുറകിൽ വരുന്ന ആ വേട്ടക്കാരൻ ഗുസ്സേമേ ദേഷ്യത്തോടെ സോർ സെ ഉച്ചത്തിൽ ചില്ലാ രഹാ താ അലറുന്നുണ്ടായിരുന്നു. ഉച്ചത്തിൽ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. മേ തുജെ ദേഖ് ലൂങ്ക തൂ മേരാ ഷിക്കാർ ചുരാക്കർ നഹി ലേ ജാ സക്ത. ഞാൻ നിന്നെ കാണുന്നുണ്ട്, നീ എൻ്റെ ഷിക്കാർ എന്ന് പറഞ്ഞാൽ ഇര, നീ എൻ്റെ ഇരയെ അങ്ങനെ എടുത്തിട്ട് നഹി ലേ ജാ സക്ത, നിനക്കങ്ങനെ എടുത്തിട്ട് പോകാൻ കഴിയില്ല, ഞാൻ നിന്നെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. ഷിക്കാർ എന്ന് പറഞ്ഞാൽ ഇര. അപ്പോൾ അദ്ദേഹം വെടിവെച്ചിട്ട് ആ പക്ഷിയാണല്ലോ ബിഷൻ എടുത്തു കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആകെ ദേഷ്യം പിടിച്ച് അദ്ദേഹം ഇങ്ങനെ അലറുകയാണ്. बिशन के लिए आगे निकल भागने का रास्ता नहीं था. अगर वह सड़क से जाता तो शिकारी को साफ दिखाई दे जाता. इसलिए उसने खेतों के छोटे रास्ते से जाना तय किया. അപ്പോൾ ബിഷൻ के लिए आगे निकल भागने का रास्ता नहीं था. അപ്പോൾ ബിഷന് മുന്നോട്ട് ഓടിപ്പോകാനുള്ള വഴി ഇല്ലായിരുന്നു. ഭാഗ്ന എന്ന് പറഞ്ഞാൽ ഓടിപ്പോകുക. അപ്പോൾ മുന്നോട്ട് പോകാനുള്ള വഴി ഇല്ലായിരുന്നു. അഗർ വ സഡക് സെ ജാതാ തോ. അപ്പോൾ റോഡിലൂടെ പോവുകയാണെങ്കിൽ ഷിക്കാരിക്കോ സാഫ് ദിക്കായി ദേ ജാത്ത. അപ്പോൾ ഈ വേട്ടക്കാരന് ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഇസ്ലിയെ ഉസ്നെ ഖേത്തോങ്കി ചോട്ടെ രാസ്തേസെ ജാനാ തയ്ക്കി. അപ്പോൾ അവൻ എന്ത് തീരുമാനിച്ചു? ഖേത്തോങ്കി ചോട്ടെ രാസ്തേസെ, ഈ വയലിലൂടെയുള്ള ചെറിയ വഴിയിലൂടെ പോകാനായിട്ട് തീരുമാനിച്ചു. തൈ കർണ എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ചെയ്യുക, തീരുമാനിക്കുക. खेतों से आगे के रास्ते में കാണ്ടേദാർ ജാഡിയാൻ തി. അപ്പോൾ ഈ വയലിൻ്റെ മുന്നോട്ടുള്ള വഴിയിൽ കാണ്ടേദാർ എന്ന് പറഞ്ഞാൽ മുള്ള് നിറഞ്ഞ ജാഡിയ കുറ്റിച്ചെടികൾ, അതായത് ചെറിയ മുൾച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ബിഷൻ ഉസി രാസ്തേ പർ ഗുട്ടനോക്കെ ബൽ ചലനെ ലഗ. അപ്പോൾ ബിഷൻ ആ വഴിയിലൂടെ തന്നെ അതായത് ഗുട്ടനോക്കെ ബൽ എന്ന മുട്ടിലൂടെ എഴുന്നിട്ട് അങ്ങനെ പോകാനായിട്ട് തുടങ്ങി. बहुत संभल कर चलने पर भी उसके हाथ पाँव पर कांटों की बहुत सी खरोंची उभर आई. बहुत संभल എന്ന് പറഞ്ഞാൽ വളരെ കരുതിയിട്ട് പോയിട്ട് പോലും ഉസ്കെ ഹാത്ത് പാവ് പർ, അവൻ്റെ കയ്യിലും കാലിലും ഒക്കെ കാണ്ടോങ്കി മുള്ളുകളുടെ ബഹുത് സി ഖരോഞ്ചെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രാച്ച്, അതിൻ്റെ പോറൽ ഏറ്റിട്ടുണ്ടായിരുന്നു. ഉഭറായി, അതങ്ങ് പോറൽ വന്നു, മുള്ളേറ്റിട്ട് കോറിപ്പോവുക എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ മുള്ളുകൊണ്ട് കോരുന്നുണ്ടായിരുന്നു. ഗരോഞ്ചേസെ ഖൂൻ ബി നിക്കൽനെ ലഗ. ആ പോറലുകൊണ്ട് ഇങ്ങനെ ബ്ലഡ് വരാനായിട്ട് തുടങ്ങി. അവൻ്റെ കയ്യിലും കാലിലും നിന്നൊക്കെ ബ്ലഡും വരാനായിട്ട് തുടങ്ങി. ഉസ്കി കമീസ് കി ഏക് ആസ്തീൻ ബി, അവൻ്റെ കമ്മീസ്, അവൻ്റെ ഡ്രസ്സിൻ്റെ
അവൻ്റെ ഷർട്ടിൻ്റെ ഒരു ആസ്തീൻ എന്ന് പറഞ്ഞാൽ സ്ലീവ്. അപ്പോൾ ആ അവൻ്റെ ഷർട്ടിൻ്റെ സ്ലീവും ഫട്ട് ഗയി, അതും കീറിപ്പോയിരുന്നു. वो जानता था कि कमीज फटने पर उसे माँ से डांट खाने पड़ेगी. അപ്പോൾ അവനറിയാമായിരുന്നു ഈ ഷർട്ട് കീറിയത് കാരണം അവൻ അമ്മയോട് വഴക്ക് കേൾക്കും. ഉസെ മാസെ ഡാഡ് ഖാനി പഴകി, അമ്മയോട് എന്തായാലും വഴക്ക് കേൾക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. पर बिशन को इस बात का संतोष था कि वह अब तक तीतर की जान बचाने में कामयाब रहा. പക്ഷേ ബിഷന് ഈ കാര്യത്തിൽ സംതൃപ്തിയായിരുന്നു. അവന് വളരെ ഹാപ്പി ആയിരുന്നു, അവന് തൃപ്തിയായിരുന്നു. കി വ അബ് തക് തീതർ കി ജാൻ ബച്ചാനെ മേ കാമയാബ് രഹ, അവൻ ഇതുവരെ ഈ പക്ഷിയുടെ ജീവൻ രക്ഷിക്കുന്നതിൽ വിജയിച്ചു എന്നതിൽ അവന് തൃപ്തിയായിരുന്നു, സന്തോഷമായിരുന്നു. കാമയാബ് എന്ന് പറഞ്ഞാൽ വിജയിച്ചു. झाड़ी से बाहर आकर वह सोचने लगा कि कैसे पहाड़ी के कोने से फिसल कर नीचे पहुंच जाए. ജാടി എന്ന് പറഞ്ഞാൽ ആ മുൾപ്പടർപ്പ്, ആ കുറ്റി കാടില്ലേ മുൾപ്പടർപ്പ്, അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് വ സോച്ചനെ ലഗാക്കി, അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. കേസെ പഹാടിക്ക് കോണേസെ, എങ്ങനെ ഈ മലയുടെ കോണേസെ എന്ന് പറഞ്ഞാൽ അറ്റം, ആ അറ്റത്തുകൂടെ ഫിസൽക്കർ നീച്ചെ പഹുഞ്ചായ, ഫിസൽക്കർ എന്ന് പറഞ്ഞാൽ വഴുതിക്കൊണ്ട്, അതായത് അങ്ങനെ ഇറങ്ങി വരണമല്ലോ, അപ്പോൾ വഴുതി കൊണ്ട് എങ്ങനെ താഴെ എത്തിച്ചേരും. ലേക്കിൻ ഉസ് കോണേമേ ഗാസ് ബഹുത് ജ്യാദാതി, ആ മൂലയിൽ ആ അറ്റത്ത് ഒരുപാട് പുല്ലുണ്ടായിരുന്നു. ഗാസ് എന്ന് പറഞ്ഞാൽ പുല്ല് ഉണ്ടായിരുന്നു. ഓർ ഓസ് കെ കാരൻ ഫിസലൻ ബി, അതുകൂടാതെ ഓസ് കെ കാരൻ, ഓസ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് വീഴുന്നത് കാരണം അവിടെ ഫിസലൻ എന്ന് പറഞ്ഞാൽ വഴുവഴുപ്പും കൂടുതലായിരുന്നു. ബിഷൻ ധക്കർ വഹി ഏക് കിനാരെ ബൈഠ് ഗയ, അപ്പോൾ ബിഷൻ എന്ത് ചെയ്തു, ക്ഷീണിച്ചിട്ട് അവിടെ ഒരു അറ്റത്ത് അങ്ങനെ ഇരുന്നു. ബൈഠ് ഗയ, അവിടെ ഇരുന്നു. കിനാര അറ്റം, ധക്കർ എന്ന് പറഞ്ഞാൽ ക്ഷീണിതനായിട്ട്. അബി വ ബൈഠാ ഹി ഥാ കി ഉസേ പാവോം കി ആഹട്ട് സുനായി തീ, അപ്പോൾ അവൻ ഇരുന്നതേ ഉള്ളൂ, അപ്പോഴേക്കും അവൻ എന്താ കേട്ടത്, പാവോം കി ആഹട്ട്, അതായത് കാലൊച്ച കേട്ടു. ആഹട്ട് എന്ന് പറഞ്ഞാൽ ശബ്ദം, കാലൊച്ച അവൻ കേട്ടു. കുട്ടികളെ, ഇതുവരെ പറഞ്ഞു തന്നതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ, ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ പാർട്ട് 2-ൽ ബാക്കി ഭാഗങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.